10 മാസം മാത്രം പ്രായമായ കുഞ്ഞാളിന്റെ അവയവങ്ങൾ കൃത്യമായി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ്. സാന്ത്വന സാജു ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സാന്ത്വന, ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. നമുക്കറിയാം, നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ പൊതുജനങ്ങൾ, മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള ഡോക്ടർമാരായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മുതൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഒറ്റക്കെട്ടായ ആ ചേർത്ത് നിർത്തലിന്റെ വിജയമായി നമുക്ക് ഈ ദൗത്യം, ഈ യാത്രാ ദൗത്യം വിജയിച്ചതിനെ കാണേണ്ടതുണ്ട്. സാധന ഇപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ സോളമനിലേക്ക് ഒന്ന് പോവുകയാണ്. അരുൺ സോളമൻ കിംസിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, അവിടെ ഇനി നടക്കേണ്ടത് നിർണായകമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ആ ശസ്ത്രക്രിയ അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? ആര്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് ശ്രീചിത്രയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. 5 പുതുജീവനുകൾക്ക് പുതുജീവിതം നൽകിക്കൊണ്ട് തന്നെയാണ് ആലൻ ഷെറിൻ ജോണിന്റെ മടക്കം, ക്ഷമിക്കണം, ആലൻ ഷെറിൻ എബ്രഹാമിന്റെ മടക്കം ഇപ്പോൾ കുറച്ച് മുൻപാണ് ഇവിടെ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയത്. ഇപ്പോൾ ഈ അവയവം ഇവിടെ നിന്നും കൈമാറി അവൻ്റെ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന ഒരു നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 മണിക്കൂർ 15 മിനിറ്റ് ആ നേരം അത് വളരെ നിർണായകമായിരുന്നു. അതിൽ ഒറ്റക്കെട്ടായിട്ട് മലയാളികൾ ഒരുമിച്ച് നിന്ന നിമിഷം കൂടിയാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇത് തുടക്കം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചുവടുവയ്പ്പുകൾ നടത്തേണ്ടി വന്നു. പ്രത്യേകിച്ചും ആ ഇറങ്ങിയ നിമിഷങ്ങൾ 7:15 എന്ന് പറയുന്ന സമയം വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളായിരുന്നു. പ്രത്യേകിച്ചും എല്ലാ സ്ഥലങ്ങളും ട്രാഫിക് ബ്ലോക്കുകളെല്ലാം വളരെയധികം മാറി നിന്ന ഒരു നിമിഷമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ കൈകോർത്തു നിന്ന നിമിഷങ്ങൾ കൂടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുമാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ തന്നെ 5 കുടുംബങ്ങൾക്ക് ആ കണ്ണീരുകൾക്കും പ്രാർത്ഥനകൾക്കും കൂടി അവസാനം ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷങ്ങൾ കടന്നു പോകുന്നത്. ഓരോ മനുഷ്യരെയും എടുത്തു പറഞ്ഞാൽ ഒരു സാധാരണക്കാരായ ഓരോ മനുഷ്യരും, അതുപോലെ തന്നെ പോലീസുകാർ, സെക്യൂരിറ്റി ജീവനക്കാർ, ഓരോ ആൾക്കാർക്കും ഇതിൽ വളരെയധികം നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. കഴിഞ്ഞ ഓരോ നിമിഷങ്ങളും അങ്ങനെ കടന്നുപോയ നിമിഷങ്ങൾ കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഏറ്റവും കണ്ണീരോടുകൂടിയും വേദനയോടുകൂടി ആ കുടുംബം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് കടന്നുപോയ നിമിഷങ്ങളിലും അവർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം വളരെ വലിയൊരു ചുവടുവയ്പ് കൂടിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് സംസ്ഥാനത്തിൽ ഇപ്പോൾ മാറിയിരിക്കുകയാണ് ആലൻ ഷെറിൻ എബ്രഹാം. കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി ഉണ്ടായ ഒരു അപകടം, ആ അപകടത്തിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഇപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാർ അടക്കമുള്ളവർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളതാണ് നമ്മൾ കുറച്ച് നിമിഷം തത്സമയം കേട്ടതും. ഇതിൽ ഏറ്റവും ഒരു വേദനയോടുകൂടി ആ കുടുംബം കഴിയുമ്പോൾ തന്നെ കേസോട്ട് അടക്കമുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവരിങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ 5 പുതുജീവനുകൾക്ക് ഒരു ജീവിതം, പുതിയൊരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു ജീവിതം നൽകിക്കൊണ്ട് തന്നെയാണ് അവർ തിരുവനന്തപുരത്തേക്ക് ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രികളിൽ എത്തിയത്. പ്രത്യേകിച്ചും കിംസ് ആശുപത്രി, അതുപോലെ തന്നെ ശ്രീചിത്ര, അതുപോലെ SAT അടക്കമുള്ള ആശുപത്രികളിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുതിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യർ അവർക്കാണ് ഇപ്പോൾ ഈ അവയവങ്ങൾ കൈമാറിയിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ കിംസ് ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ കരൾ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തിയിരുന്നു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലടക്കം എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയായതിന് പിന്നാലെയാണ് ഇപ്പോൾ 10:20 ഈ ആംബുലൻസ് അവിടെ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കമുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നീണ്ട 10 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഈ കരൾ ശസ്ത്രക്രിയ പൂർത്തിയാക്കുക. മറ്റൊന്ന്, ഇപ്പോൾ കുറച്ച് മുൻപാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി SAT പീഡിയാട്രിക് നെഫ്രോളജി വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന വൃക്ക സംബന്ധമായ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന കുട്ടിക്കാണ് ഈ വൃക്കകൾ കൈമാറുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹൃദയ വാൽവാണ്. അതിപ്പോൾ ശ്രീചിത്രയിലുള്ള കുട്ടിക്കാണ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആര്യ, കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്നതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവം സ്വീകരിക്കുന്ന കുട്ടിയും കിംസ് ആശുപത്രിയിൽ കഴിയുകയാണ്. 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിക്കാണ് ഇപ്പോൾ ഈ കരൾ മാറ്റിവെക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പുതുചരിത്രം കുറിച്ചുകൊണ്ട് ആലൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം മാത്രം പ്രായമുള്ള 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകിക്കൊണ്ട് നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അവയവങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ദൗത്യത്തിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ആ യാത്രാ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നിർണായകമായ ശസ്ത്രക്രിയയുടെ നിമിഷങ്ങളാണ്.